ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ അനതിയാണ്. അനൂസ് ഹെൽത്തി ഹാവനിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ആരോഗ്യ സംഗീതത്തിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യമാണ് പ്രമേഹം പോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്ന പ്രഷർ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്ന രീതിയിലേക്ക് പോവാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ ഉണ്ടോ എന്ന് ആദ്യമായിട്ട് അറിയുന്നവർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു തവണ പ്രഷർ കൂടുതൽ കാണുവാണെങ്കിൽ തീർച്ചയായും വീണ്ടും 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് പ്രഷർ നോക്കേണ്ടതാണ്. പ്രഷർ റിപ്പീറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അപ്പോഴും പ്രഷർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു 3ാമത്തെ തവണയും കൂടെ പ്രഷർ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ആവറേജ് നോക്കിയിട്ട് വേണം പ്രഷർ രോഗിയാണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 140-90 പ്രഷർ വന്ന് നിൽക്കുന്നതെങ്കിൽ ഭക്ഷണ നിയന്ത്രണത്തോടു കൂടി നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അതേസമയം 160-90 കൂടുതൽ വരിക, അതുപോലെ 160-100 ആ റേഞ്ചിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു മെഡിസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണ നിയന്ത്രണവും വേണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. 5 ഗ്രാം ഉപ്പാണ് നമുക്ക് ആവശ്യം, അതായത് ഒരു ടീസ്പൂൺ. പക്ഷേ പല ഭക്ഷണങ്ങളിലും പച്ചക്കറികളിലും അതുപോലെ തന്നെ സോഡിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള മസാലകളൊക്കെ ഉണ്ട്. മസാലക്കറികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗ്രേവി കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗ്രേവി കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മസാലക്കറികളായിട്ടുള്ള മസാല അടങ്ങിയിട്ടുള്ള കറികൾ വരുമ്പോൾ പ്രത്യേകിച്ച് പ്രഷറിനെ പ്രതിരോധിക്കുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള മുരിങ്ങയില കൂടെ ഉപ്പേരിയായിട്ട് വയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള ബാലൻസിങ് ആയിട്ടുള്ള ടെക്നിക്കുകളും കൂടെ ഉപയോഗിക്കുക. ഇത്തരം ടെക്നിക്കുകളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രഷറിനെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അനൂസ് ഹെൽത്തി ഹാവൻ എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. താഴെ ലിങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്നോടൊപ്പം ഒരു 1-to-1 വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1-to-1 എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടാവും. എൻ്റെ ഈ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.